നിനക്കായി മാത്രം ഭാഗം 13. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ ആ ചേട്ടനെ തിരിഞ്ഞു നോക്കല്ലേ. രാവിലെ ആ ചേട്ടനെ നീ ഇടിച്ചിട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് പുള്ളിയെ തന്നെ നോക്കിയുള്ള നിൻ്റെ നടത്തം. എടി, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. എനിക്ക് ആ ചേട്ടനെ ഇതിനു മുമ്പ് കണ്ടു പരിചയമുണ്ട്. അതിന് ആ ചേട്ടൻ ഇങ്ങനെ വായി നോക്കണോ? വേണി അവളെ കളിയാക്കുന്ന രീതിയിൽ തിരികെ ചോദിച്ചു. അല്ല, അതവിടെ നിൽക്കട്ടെ. ഈ അടക്കവും ഒതുക്കിയൊക്കെ ആയിട്ട് നാലാളെ കണ്ട മുഖം തിരിക്കുന്ന നിനക്കെങ്ങനെയാണ് ആ ചേട്ടനെ കണ്ടു പരിചയം? ഇപ്പോഴൊന്നുമല്ല, ഏകദേശം ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പണ്ട് കളിച്ചിരുന്ന കണ്ടമില്ലേ, നമ്മളല്ല, ഏട്ടനും ചേട്ടന്മാരും ഒക്കെ. വൈഗ പറഞ്ഞു തുടങ്ങിയതും വേണി സംശയത്തോടെ അവളെ നോക്കി തലയാട്ടി. എൻ്റെ ഏട്ടനെ അവിടെ കളിക്കാൻ പോവായിരുന്നല്ലോ. ഒരു ദിവസം അച്ഛൻ വന്നപ്പോൾ ഏട്ടൻ വൈകുന്നേരമായിട്ടും കളി കഴിഞ്ഞ് തിരികെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ തല്ലിയാലോ എന്ന് കരുതി ഞാൻ വീടിൻ്റെ പിന്നാമ്പുറത്തുകൂടി ഓടി ഏട്ടനെ വിളിക്കാൻ കണ്ടത്തിലേക്കെത്തി. പക്ഷേ അന്ന് കണ്ടം വരെ എത്തിയെങ്കിലും ഏട്ടൻ കളിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ ആകെ ചെളിയും പുല്ലും മണ്ണും ഒക്കെ ആണെന്ന് ഏട്ടൻ പറഞ്ഞൊരു ഓർമ്മയുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ചേട്ടൻ അവിടെ ഒരു തെങ്ങിൻ്റെ തോപ്പിലിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ചേട്ടനോട് എൻ്റെ ഏട്ടനെ ഒന്ന് വിളിച്ചു തരുമെന്ന് ചോദിച്ചു. ആദ്യം ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഷോ ഇട്ടുവെങ്കിലും പിന്നെ എനിക്ക് ഏട്ടനെ വിളിച്ചു തന്നു. ഇതാണോ ഇത്ര വലിയ സംഭവം? വൈഗയുടെ ആത്മകഥം പോലെയുള്ള കഥ കേട്ടതും വേണി അവളെ കളിയാക്കുന്ന രീതിയിൽ തിരികെ ചോദിച്ചു. നീ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ഈ കാര്യം ഓർത്തിരിക്കാനായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? വേണി ആകാംക്ഷയോടെ അവളോട് തിരികെ ചോദിച്ചു. വേണ്ട, അത് പറയുന്നില്ല. അതുകൂടി പറഞ്ഞിട്ട് നിനക്കെന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇല്ല, കളിയാക്കില്ല. നീ കാര്യം പറയ്. ഞാനെന്ന് ഈ ചേട്ടനെ വിളിച്ചപ്പോൾ ഈ ചേട്ടൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. വിഷമത്തോടെയുള്ള മുഖത്തിൽ വൈഗ പറഞ്ഞതും വേണി അവളെ സംശയത്തോടെയാണ് നോക്കിയത്. കരയുമായിരുന്നോ? അയ്യേ, ഇത്രയും വലിയ ആൺപിള്ളേരൊക്കെ ആരെങ്കിലും കരയുമോ? വേണി തമാശ കലർത്തി ചോദിച്ചു. അതെന്താ അങ്ങനെ? എന്താ, ആൺപിള്ളേർക്ക് കരയാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയില്ല. വൈഗ ചോദിച്ചതും വേണി ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. അല്ല, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് പറഞ്ഞിട്ട് നീ എന്തിനാ കാണുമ്പോഴല്ലേ ഇങ്ങനെ ആ ചേട്ടനെ തിരിഞ്ഞു നോക്കി പോകുന്നത്? വേണി അത് ചോദിച്ചപ്പോഴാണ് വൈഗയും അത് ആലോചിക്കുന്നത്. താനെന്തിനാ അയാളെ കാണുമ്പോൾ എല്ലാം തിരിഞ്ഞു നോക്കുന്നത്? കണ്ട് പരിചയമുള്ളതുകൊണ്ട് തിരിഞ്ഞു നോക്കിയതാണ്. അവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വായിൽ വന്നൊരു കള്ളം പറഞ്ഞു കളഞ്ഞു വൈഗ. അതിന് വേണി അത്ര വിശ്വാസം വരാത്ത രീതിയിൽ അവളെ നോക്കിയൊന്ന് മൂളി. വൈഗ അതിന് അവളെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു. കാരണം മറ്റൊന്നുമല്ല, വേണി എല്ലാവരോടും ഒക്കെ സംസാരിക്കും. എങ്കിലും വൈഗ ആളല്പം സൈലൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആവശ്യത്തിന് മാത്രം എന്തെങ്കിലും സംസാരിക്കും. മിതമായ കൂട്ടുകെട്ട്. അധികം ആരോടും അങ്ങനെ അടുത്ത് ഇടപഴകി സംസാരിക്കാറുമില്ല. അങ്ങനെയുള്ള ഒരാൾ ഈയൊരു ചേട്ടനെ മാത്രം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് വേണിയിൽ അല്പം സംശയമുണ്ടാക്കാതെ ഇരുന്നില്ല. ഹരിയാണെങ്കിൽ കുറേ നാൾ കൂടി മനസ്സിന് ഒത്തിരി സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യാൻ പോകുന്നതിൻ്റെ തിടുക്കത്തിൽ വേഗത്തിൽ കണ്ടത്തിലേക്ക് നടന്നു. പക്ഷേ അവിടെ കണ്ട കാഴ്ച അവൻ്റെ സന്തോഷത്തെ അപ്പാടെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരു വേള തൻ്റെ കണ്ണുകളിൽ കാണുന്നത് മിഥ്യയാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി. കണ്ടവും പാടവും എല്ലാം ആകെ നികത്തി കളഞ്ഞിരിക്കുന്നു. വെറും തരിശു ഭൂമി പോലെ കിടക്കുന്നു അവയെല്ലാം. മാത്രമല്ല, ഇപ്പോൾ തങ്ങൾ കളിച്ചിരുന്ന സ്ഥലം ഏതാണ് പാടം ഏതാണ് കണ്ടം എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ സ്ഥലത്തേക്ക് കയറാൻ കഴിയാത്ത രീതിയിൽ കമ്പിമുള്ളു കൊണ്ടുള്ള വേലിയും വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതുകൂടി കണ്ടതും എന്തോ ഹൃദയത്തിൽ ഒരു കല്ലെടുത്ത് വെച്ച ഭാരം പോലെയാണ് അവന് തോന്നിയത്. മാത്രമല്ല, ആ പറമ്പിനരികിലൂടെ നല്ല രീതിയിലുള്ളൊരു തോടൊഴുകിയിരുന്നു, നല്ല വീതിക്കുള്ളത്. കളിച്ചു കഴിഞ്ഞതിന് ശേഷം ചില സമയങ്ങളിൽ അതിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞൊക്കെയാണ് വീട്ടിലേക്ക് തിരികെ എത്തുക. പക്ഷേ അതും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ എന്തോ സംശയം തോന്നി. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടി ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞത് ആരാവും? തനിക്ക് അറിയാവുന്നപ്പോൾ ഈ പറമ്പ് പഞ്ചായത്തിൻ്റേതായിരുന്നു. അവരായിരുന്നു ഇവിടെ കൃഷിയൊക്കെ ചെയ്തിരുന്നതും മറ്റും. ഇപ്പോൾ ഇതൊക്കെ എന്താ ഇങ്ങനെയെന്ന് അവനൊട്ടും മനസ്സിലാകുന്നില്ലായിരുന്നു. അവിടുന്ന് തിരികെ നടക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ നിറഞ്ഞു നിന്ന സ്ഥലം ഒന്നാകെ നശിഞ്ഞു പോയ ദുഃഖവും നിരാശയായിരുന്നു അവൻ്റെ ഉള്ളിൽ നിറയെ. അങ്ങനെ തന്നെ തിരികെ നടക്കുമ്പോൾ അവൻ്റെ മനസ്സ് പലവിധ ചിന്തകളിൽ ഉഴറി. തിരികെ നടക്കും വഴി അവൻ സ്ഥലത്തെ പ്രധാന ചായക്കടയിൽ ഒന്ന് കയറാൻ തീരുമാനിച്ചു. കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്നാവുമ്പോൾ അല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്താണെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അറിയാനാവും. അവൻ നേരെ അങ്ങോട്ട് നടന്നു. ഒരു ചായ. അത് പറഞ്ഞുകൊണ്ട് അകത്തേക്കിരുന്നപ്പോൾ അവിടെ വൈകുന്നേര സമയം ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അല്പം ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്നിരുന്ന 1-2 പേരൊക്കെ തന്നെ കണ്ടതും പരിചയഭാവത്തിൽ ചിരിക്കുകയും സതീഷിൻ്റെ മോനല്ലേ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. അവൻ ചിരിയോടെ തന്നെ അവരോടൊക്കെ തിരികെ സംസാരിക്കുകയും ചെയ്തു. ചേട്ടാ, ഈ പാടവും കണ്ടവും ഒക്കെ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ആകെ തരിശായിട്ട്. തോട് നികത്തിയല്ലോ.
അവൻ സംശയത്തോടെ ചോദിക്കുന്നത് കേട്ടതും എല്ലാവരുടെയും മുഖം ഒരു നിമിഷം ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഒന്നും അറിയാത്തതുപോലൊരു സംസാരം. അവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ അല്പം പരുക്കമായിട്ട് തന്നെയാണ് അവനോടത് ചോദിച്ചത്. ഹരിയാണെങ്കിൽ കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരെയും മാറി മാറി നോക്കി. എനിക്ക് നിങ്ങളെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? കൂട്ടത്തിലുള്ള വേറൊരു ചേട്ടൻ ഹരിയോട് തിരികെ ചോദിച്ചു. ഇല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ എങ്ങനെ അറിയാനാ രാജീവ? അവൻ ചെന്നൈയിലോ മദ്രാസിലോ മറ്റോ പോയി വക്കീലാവാൻ പഠിക്കുവാണ്. ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് അവൻ നാട്ടിലേക്ക് വരുന്നത്. അവരുടെ സംസാരം കേട്ടപ്പോൾ ചായക്കടയിലെ ചേട്ടൻ ചായ എടുക്കുന്നതിനിടയിൽ അവരോട് പറഞ്ഞു. അത് പറഞ്ഞതും ഹരി അവരെ നോക്കി അതേ എന്ന രീതിയിൽ തലയാട്ടി. അതല്ല, ഇപ്പം നിന്റെ അച്ഛൻ്റെ ഉടമസ്ഥയിലാണ്. എൻ്റെ അച്ഛനോ? അച്ഛൻ അതിനാ സ്ഥലമായിട്ട് എന്ത് ബന്ധം? അതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയാത്തത് കൊണ്ട് തന്നെ ഹരി അവരോട് കാര്യം തിരക്കി. അപ്പോൾ മോൻ ഒന്നും അറിയാതെയാണോ ഇങ്ങനെ ഇരിക്കുന്നത്? അതിനും ഹരി തലയാട്ടി. എന്തായാലും ഇവിടുന്ന് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം എന്നവൻ തീരുമാനിച്ചു. അല്പം പൊടിപ്പും തൊങ്ങലും ചേർത്താണെങ്കിലും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുമെന്ന് അവന് തോന്നി. പണ്ട് ഈ സ്ഥലമെല്ലാം നമ്മുടെ വടക്കുംപുറത്തെ വാസുദേവൻ്റെതായിരുന്നു. അയാൾക്കുണ്ടായിരുന്നത് ഒരു മകനാണ്. അയാളാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെ സ്വത്തുക്കളൊക്കെ വിറ്റിട്ടാണ് അയാൾ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഈ സ്ഥലം മാത്രം നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്ത് നന്നായിട്ട് കിടക്കുന്നത് കൊണ്ട് അയാൾ പാട്ടത്തിന് കൊടുക്കുന്നതായിരുന്നു പതിവ്. നല്ല രീതിയിൽ ആരെങ്കിലുമൊക്കെ എടുത്ത് കൃഷി ചെയ്തിരുന്ന സ്ഥലവുമായിരുന്നല്ലോ. പിന്നെ അതിനോട് ചേർന്നുള്ളൊരു കണ്ടത്തിൽ കുട്ടികൾ കളിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കുറച്ചുനാൾ മുൻപ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു വർഷമായി കാണും അല്ലേ? കൂട്ടത്തിലുള്ള ഒരാൾ കഥ പറയുന്നത് പോലെ പറഞ്ഞതിന് ശേഷം അല്ലേ എന്ന് മറ്റുള്ളവരോട് ചോദിച്ചതും അവരെല്ലാം ഒരുപോലെ തലയാട്ടി. ആ, ഒരു വർഷത്തിന് മുൻപാണ് നിന്റെ സ്ഥലം അയാളുടെ കയ്യിൽ നിന്ന് അച്ഛൻ വിലയ്ക്ക് വാങ്ങുന്നത്. വാങ്ങിയപ്പോൾ നാട്ടിലൊക്കെ ആ സ്ഥലം പതിവ് പോലെ പാട്ടത്തിന് തന്നെ കൃഷി ചെയ്യാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ 6 മാസത്തിന് ശേഷം അവിടെ മുഴുവൻ മണ്ണും കല്ലുമൊക്കെ കൊണ്ടുവന്നിട്ട് ആകെ നിരത്തിക്കളഞ്ഞു. വെറുതെ ഒരു തരിശു ഭൂമിയാക്കി മാറ്റി. അത് പറഞ്ഞു കേട്ടപ്പോൾ ഹരിയിൽ നിറഞ്ഞു നിന്നത് ഒരുപിടി സംശയങ്ങൾ മാത്രമായിരുന്നു. പാടങ്ങളും തോടും മറ്റുമെല്ലാം നികത്തുന്നത് കുറ്റകരമാണ്. അത് നിയമവിരുദ്ധവുമാണ്. ഇതിനുള്ളിൽ എന്തൊക്കെയോ തെറ്റായ കളികൾ നടന്നിട്ടുണ്ട് എന്നവൻ ഉറപ്പായിരുന്നു. എന്ത് നല്ലവണ്ണം കൃഷിയൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ കളിച്ച് നടന്നിരുന്ന പറമ്പാണ് വെറുതെ ഇട്ട് നശിപ്പിച്ച് കളയുന്നത്. മര്യാദയ്ക്ക് കിടക്കുന്ന സ്ഥലമായിരുന്നു, വെറുതെ അവിടെയൊക്കെ ആകെ നശിപ്പിച്ച് കളഞ്ഞു. ഇതിപ്പോൾ എത്ര നാളായി അങ്ങനെ നികത്തി വെറുതെ നശിപ്പിച്ച് തരിശായിട്ടിട്ടിട്ട്. ഹരി അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് കാര്യമാക്കാതെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല, ഈ അടുത്ത് ആ സ്ഥലമെല്ലാം നികത്തിയിട്ട് എന്തോ ഹോട്ടൽ പണിയാൻ പോകുന്നോ റിസോർട്ട് പണിയാൻ പോകുന്നോ ഒക്കെ പറയുന്നത് കേട്ടിരുന്നു. അവരുടെ സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിലും ഹരി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു കേട്ട കാര്യങ്ങൾ കൊണ്ട് തന്നെ അവൻ എന്തൊക്കെയോ നൂലാമാലകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ എല്ലാവിധ രഹസ്യ കാര്യങ്ങളും വീട്ടിലുള്ള ഒരു മുറിയിലാണ് സൂക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ അതിപ്പോൾ പണമായിട്ടായാലും ഡോക്യുമെൻറ്റ്സ് ആയാലും എല്ലാ കാര്യങ്ങളും ആ മുറിയിലാണ് ഇരിക്കുന്നത്. ആ മുറിയൊന്ന് അരിച്ചു പിറക്കിയാൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും എന്ന് ഹരിക്ക് ഉറപ്പായിരുന്നു. അവൻ ഓരോ കാര്യങ്ങൾ അവിടെ ഇരുന്ന് തന്നെ ആലോചിച്ച് തീരുമാനിച്ചു. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവന് സ്വയം പുച്ഛമാണ് തോന്നിയത്. അങ്ങനെയൊരു അച്ഛൻ്റെ മകനായി പോയല്ലോ എന്നോർത്ത്. അവിടെയുള്ളവരോട് എന്ത് പറയണം എന്ന് പോലും അറിയാതെ അവൻ അവിടെ നിന്ന് നിശബ്ദമായി ഇറങ്ങി. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിന്ന് ആരോടോ കൃത്യമായിട്ട് സംസാരിച്ച് ചിരിച്ചു നിൽക്കുന്ന അച്ഛനെ കണ്ട് അവന് ദേഷ്യമാണ് തോന്നിയത്. പക്ഷേ അവനൊന്നും ചോദിച്ചില്ല. ഇതിനെക്കുറിച്ച് പോകുന്നതിന് മുൻപ് തന്നെ എന്താണ് കാര്യം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നവൻ തീരുമാനിച്ചിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും അതിൻ്റെ കൂടെയുള്ള ചരടിൽ കെട്ടിയിരിക്കുന്ന താക്കോൽ കൂട്ടത്തിലേക്കും അവൻ്റെ കണ്ണുകളൊന്ന് വന്ന് നിന്നിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും അച്ഛൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ മുറിയിലേക്കൊന്ന് കയറണം എന്നവൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അവൻ വിചാരിച്ചതുപോലെ അതത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. താൻ 20 വർഷമായിട്ടും ഇത്ര നാളായിട്ട് പോലും താൻ ആ മുറിയൊന്ന് കണ്ടിട്ട് പോലും ഇല്ല. ആകെ അച്ഛനത് തുറന്നകത്തേക്ക് കയറുന്നതും ഇറങ്ങുന്നതും കണ്ടിട്ടുണ്ട്. അല്ലാതെ അതിനുള്ളിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളത് തനിക്ക് കണ്ടറിവ് പോലും ഇല്ല. മാത്രമല്ല, അതിലേക്ക് കയറാനുള്ള താക്കോല് ആകെ അച്ഛൻ്റെ കയ്യിലും ഒരെണ്ണം അമ്മയുടെ കയ്യിലും മാത്രമാണുള്ളത്. എന്ത് ചെയ്യും എന്നങ്ങനെ ആലോചിച്ചപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും അതെങ്ങനെയെങ്കിലും തൻ്റെ കൈക്കലാക്കുക എന്നൊരു ഐഡിയ മാത്രമാണ് അവൻ്റെ മനസ്സിൽ ഉദിച്ചത്. പക്ഷേ അതൊരിക്കലും ഒരു എളുപ്പമുള്ള കാര്യമല്ല എന്നവൻ്റെ മനസ്സ് അവനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. 1 മാസമാണ് ലീവുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് തുറക്കും. കഴിഞ്ഞ തവണ ഇതുപോലെ ലീവ് വന്നപ്പോൾ ഹോസ്റ്റലിൽ തന്നെയാണ് ചിലവഴിച്ചത്. പിന്നെ ചെന്നൈയിൽ തന്നെ അടുത്തുള്ള വീടുള്ള സുഹൃത്തിൻ്റെ വീട്ടിലും പോയി കുറച്ച് ദിവസം നിന്നു. അങ്ങനെയൊക്കെ ആ വെക്കേഷൻ കഴിച്ചു കൂട്ടിയിരുന്നു. പക്ഷേ ഈ തവണ നാട്ടിലേക്ക് വരണം എന്നൊരാഗ്രഹം തോന്നി വന്നത് ഇങ്ങനെയുമായി. അങ്ങനെ പിറ്റേ ദിവസമായി. നാട്ടിലേക്കൊക്കെ വന്നതല്ലേ എന്ന് കരുതി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് കരുതി ഹരി.
അങ്ങനെ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകുന്ന ശീലമൊന്നും ഇല്ലാത്ത ആളാണ് ഹരി. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി തനിക്ക് ലഭിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ചുറ്റുമുള്ളവരും ചുറ്റുമുള്ള കാര്യങ്ങളും എല്ലാം നെഗറ്റീവാണ്. അതിൻ്റെ ഇടയ്ക്ക് അല്പം പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം കിട്ടട്ടെ എന്ന് കരുതി കൂടിയാണ് അവൻ അമ്പലത്തിലേക്കൊന്ന് പോയത്. പിന്നെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ കിട്ടുമല്ലോ. അമ്പലത്തിൽ കയറുമ്പോൾ തനിക്ക് ആകെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ അത് ഷർട്ട് അഴിച്ചിടുന്ന കാര്യമാണ്. വേറൊന്നുമല്ല, അമ്പലത്തിൽ മിക്കവാറും ഭൂരിഭാഗം ആളുകളും പെണ്ണുങ്ങളും സ്ത്രീകളും ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ അങ്ങനെ നിൽക്കാനുള്ള നാണമോ അങ്ങനെ എന്തോ കൊണ്ടാണ്. അതൊരു കാരണമായതുകൊണ്ട് തന്നെ ഒരു പ്രായം കഴിഞ്ഞതിൽ പിന്നെ അമ്പലത്തിലേക്ക് അകത്തേക്ക് കയറുന്നത് പതിവില്ലാത്ത കാര്യമായി. പുറത്തു നിന്ന് തൊഴുതു പോരുന്നത് ഒരു ശീലമായിട്ട് മാറി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.